2024 നമുക്ക് വളരെ ദുഃഖകരവും സന്തോഷകരവുമായ കുറേ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. നമുക്ക് കുറേ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. പുതിയ കുഞ്ഞുങ്ങൾ നമ്മുടെ വീടുകളിൽ ജനിച്ചു. പുതിയ സംരംഭങ്ങൾ നമ്മൾ ആരംഭിച്ചു. അങ്ങനെ സന്തോഷകരവും ദുഃഖകരവുമായ കുറേ അനുഭവങ്ങളിലൂടെയാണ് 2024 കടന്നുപോയത്. ഇപ്പോൾ ഇതാ നമ്മൾ 2025 പുതിയ വർഷത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. 2024 നിന്ന് 25 കടക്കുമ്പോൾ പുതിയ നല്ല കുറേ തീരുമാനങ്ങൾ എടുക്കണമെന്ന് നമ്മൾ നിശ്ചയിച്ചിരുന്നു. ഇതുപോലെ തന്നെ നമ്മൾ 2023 നിന്ന് 24 കടക്കുമ്പോഴും നമ്മൾ കുറേ തീരുമാനങ്ങൾ എടുത്തതാണ്. പക്ഷേ ചിലത് പരാജയപ്പെട്ടു, ചിലത് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാശിയേറി നമുക്ക് 2025 കുറേ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ പലപ്പോഴും അത് നടക്കുമോ എന്നുള്ളൊരു ശങ്ക നമ്മളെ ഭരിക്കുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തു തന്നെയായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ചെറിയ തലയിലെടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈശ്വര നിശ്ചയപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്: നമ്മൾ 2024 നിന്ന് 25 കടക്കുമ്പോൾ തീർച്ചയായും നല്ല തീരുമാനങ്ങൾ എടുക്കണം എന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ അപ്പുറം ഈശ്വര നിശ്ചയപ്രകാരമുള്ള തീരുമാനങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ സഹകരിക്കണം എന്ന് തീരുമാനമെടുക്കുക. ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും അതിൻ്റെ പുറകിൽ ഓരോ വ്യക്തികളും ഓരോ സാഹചര്യങ്ങളെയും നിലനിർത്തിക്കൊണ്ടാണ് ദൈവം കരുക്കൾ നീക്കി നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ചിലതുണ്ട്. അത് സന്തോഷപൂർവ്വം സ്വീകരിക്കാനും അംഗീകരിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് നമ്മളിൽ രൂപപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ കാലത്തിൻ്റെ കുറേ ദുഃഖങ്ങൾ നമ്മൾ മറന്നു കളയണം. പുതിയ വർഷം 2025 നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് നമ്മൾ എന്തു കൊടുത്തു, എന്ത് ചെയ്തു എന്നുള്ളത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. എന്ത് നേടാൻ നമുക്ക് സാധിച്ചു എന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവർക്ക് നന്മയുണ്ടാകാൻ എന്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും, എന്ത് നമ്മൾ ചെയ്തു കൊടുത്തു. അങ്ങനെ ഓരോ പ്രഭാതവും ഈ 2025 അങ്ങനെയാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഒരു ചിരിക്കുന്ന മുഖം എപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പോഴാണ് അപരിചിതരായിട്ടുള്ള വ്യക്തികളെ കൂടി നമുക്ക് നോക്കുമ്പോൾ വളരെ പ്ലസൻ്റായി നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രസൻറ്റ് ചെയ്യാനും അത് മറ്റുള്ളവർക്കൊരു എനർജി ആകാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 2024 ഉണ്ടായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും ഈശ്വര നിശ്ചയപ്രകാരമാണെന്ന് വിശ്വസിക്കുകയും 2025 നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും എല്ലാം സംഭവിക്കുന്നത് ഈശ്വരപ്രകാരമാണെന്ന് വിശ്വസിക്കാനും അത് സ്വീകരിക്കാനും അത് അംഗീകരിക്കാനുമുള്ള അതിനനുസരിച്ച് സഹകരിക്കാനുമുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരസ്പരം നന്മ നിറഞ്ഞ ഒരു വർഷം ആശംസിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. എപ്പോഴും സന്തോഷം നമ്മളിലും നമ്മുടെ ചുറ്റുപാടിലും നിലനിൽക്കട്ടെ. താവൂഷിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.